തിരക്ക് പിടിച്ച ലോകത്ത് ഓടുമ്പോൾ കൂട്ടായി പ്രമേഹവും ബിപിയും മറ്റു രോഗങ്ങളും എത്തും. ഷുഗറൊക്കെ കൂടുന്നതുകൊണ്ടും ചോറ് ഒഴിവാക്കി കഴിക്കാവുന്ന ഹെൽത്തി ഫുഡ് എന്ന നിലയിലും മലയാളികൾ രാത്രി ചപ്പാത്തിയിലേക്ക് കൂടുമാറിയിട്ട് കാലം കുറച്ചായി. പാക്കറ്റുകളിലാക്കി റെഡി ടു കുക്ക് ചപ്പാത്തി എത്തിയതോടെ ഗോതമ്പ് മാവ് കുഴയ്ക്കുകയും ഉരുട്ടുകയും പരത്തുകയും ഒന്നും വേണ്ടെന്നുമായി. ജോലി കഴിഞ്ഞു വരുമ്പോൾ ഒരു പാക്കറ്റ് ചപ്പാത്തി വാങ്ങിയാൽ 2-3 ദിവസമായിട്ടാണ് പലരും ചൂടാക്കി കഴിക്കുന്നത്. എന്നാൽ ഇങ്ങനെ വാങ്ങുന്ന ചപ്പാത്തികൾ നമ്മുടെ ജീവൻ ഇഞ്ചിഞ്ചെ കൊല്ലാൻ പാകത്തിനുള്ളവയാണെന്ന് ആർക്കും അറിയില്ലെന്നതാണ് സത്യം. ഇവയിൽ മറഞ്ഞിരിക്കുന്ന അപകടങ്ങളിൽ പ്രധാനം ചപ്പാത്തി കേടാകാതെ സൂക്ഷിക്കുന്നതിനുള്ള പ്രിസർവേറ്റീവുകളാണ്. വിവിധ തരം പ്രിസർവേറ്റീവുകൾക്കൊപ്പം മാവിൽ ചേർക്കുന്ന 2 സംയുക്തങ്ങളാണ് ബേക്കിംഗ് സോഡയും വനസ്പതി പോലെയുള്ള ഹൈഡ്രോജനേറ്റഡ് ഫാറ്റും. ഇതാകട്ടെ കവറിൽ എഴുതുകയുമില്ല. പാക്കറ്റ് ചപ്പാത്തി ഊതി വീർപ്പിക്കുന്നത് പോലെ പൊങ്ങി വരുന്നതിലും സോഫ്റ്റ് ആയിരിക്കുന്നതിനും കാരണം ബേക്കിംഗ് സോഡയും ഹൈഡ്രോജനേറ്റഡ് ഫാറ്റുമാണ്. ഇതിന്റെ ഉപയോഗവും ആരോഗ്യ പ്രശ്നങ്ങൾ ക്ഷണിച്ചു വരുത്തും. റെഡി ടു കുക്ക് അല്ലെങ്കിൽ ഹാഫ് കുക്ക്ഡ് ചപ്പാത്തിയിൽ ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് ആക്ട് അനുവദിക്കുന്ന പ്രിസർവേറ്റീവാണ് സോർബിക് ആസിഡ്. ചപ്പാത്തി ഉണ്ടാക്കി 4 ഡിഗ്രി സെന്റിഗ്രേഡിൽ റെഫ്രിജറേറ്റ് ചെയ്താൽ 15 ദിവസം വരെ കേടാകാതിരിക്കും. ഓരോ ചപ്പാത്തിയും പൊതിഞ്ഞു വയ്ക്കണം. കഴിവതും ചപ്പാത്തികൾ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുക. തുറന്ന അലമാരയിലും വൃത്തിഹീനമായ സാഹചര്യത്തിലും ചപ്പാത്തി സൂക്ഷിക്കുമ്പോൾ ഈസ്റ്റ്, പൂപ്പൽ എന്നിവ ഉണ്ടാകാനും ഇക്കോളി, സാൽമോണല്ല മുതലായ ബാക്ടീരിയ ബാധയ്ക്കും സാധ്യതയേറുന്നു. ബെൻസോയിക് ആസിഡ് എന്ന പ്രിസർവേറ്റീവ് കലർന്ന ചപ്പാത്തി ദിവസേന കഴിച്ചാൽ കുടൽ അസ്വസ്ഥത, ആസ്മ, റാഷസ്, ചൊറിച്ചിൽ, കണ്ണിനും ചർമ്മത്തിനും ഇറിറ്റേഷൻ എന്നിവ ഉണ്ടാകാം. കാൽസ്യം പ്രൊപ്പണേറ്റ് എന്ന പ്രിസർവേറ്റീവ് കലർന്ന ചപ്പാത്തിയാണെങ്കിൽ ഗ്യാസ്ട്രോ ഇൻറ്റസ്റ്റൈനൽ ലൈനിങ്ങിനെ ബാധിച്ച് ഗ്യാസ്ട്രൈറ്റിസ്, രൂക്ഷമായ അൾസറുകൾ ഇവ വരാനിടയാക്കാം. കൊച്ചുകുട്ടികളിൽ അസ്വസ്ഥത, ശ്രദ്ധയില്ലായ്മ, ഉറക്കതടസ്സം, പിറുപിറുപ്പ് എന്നിവയും വരാം. സോഡിയം പ്രൊപ്പണേറ്റ് ചെറിയ തോതിലുള്ള ഉദര അസ്വാസ്ഥ്യം, ഗ്യാസ്, മനം പുരട്ടൽ എന്നിവ വരുത്താം. അതിനാൽ ഇങ്ങനെയുള്ള ചപ്പാത്തികൾ ഒരു കാരണവശാലും കുട്ടികൾക്കും ആസ്പിരിൻ സെൻസിറ്റീവ് ആയിട്ടുള്ളവർ, കരൾ സംബന്ധമായ രോഗം, പ്രധാനമായും ഹെപ്പറ്റൈറ്റിസ് ഉള്ളവർ എന്നിവർ ഒഴിവാക്കണമെന്നാണ് ഡോക്ടർമാർ പറയുന്നത്. കഴിവതും കവർ ചപ്പാത്തികൾ ഒഴിവാക്കാം. രാത്രി ചപ്പാത്തിക്ക് പകരം ഓട്സ് കഴിക്കാം. ഗോതമ്പ് ദോശയും ആകാം. 1-2 ചപ്പാത്തി മതിയെങ്കിൽ വീട്ടിലുണ്ടാക്കാൻ ശ്രമിക്കുക.